സംഘത്തിന് 100 വർഷം തികയാണ് സേതുവേട്ട. അപ്പോൾ അതിലൊരു 67 വർഷക്കാലം പ്രചാരകനാണ്. അതായത് അത്രത്തോളം തുടക്കത്തിൽ തന്നെ അങ്ങ് സംഘപ്രവർത്തനത്തിലേക്ക് വന്നു. അപ്പോൾ കേരളത്തിൽ 42 തുടങ്ങി എനിക്ക് തോന്നുന്നൊരു 10-15 വർഷത്തിനകം പ്രചാരകനായി. എങ്ങനെയാണ് സംഘത്തെക്കുറിച്ച് അറിയുന്നതും പ്രചാരകനിലേക്ക് എത്തുന്നതും? 1942 മാന്യ തേങ്കടിജി കോഴിക്കോട് എത്തി. കോഴിക്കോട് സംഘപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അടുത്ത പ്രവർത്തനം ആരംഭിക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ തേങ്കടിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യകാല പ്രവർത്തകരിൽ ആർ വേണുഗോപാൽ, അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് പാലക്കാട് വന്ന് ചേർന്നു വിക്ടോറിയ കോളേജിൽ. അദ്ദേഹമാണ് ഈ പാലക്കാട് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ 43 അദ്ദേഹം പഠിക്കാൻ വന്നപ്പോൾ തേങ്കടിജി കോഴിക്കോടാണ് വന്നതെങ്കിൽ മലബാർ ഭാഗത്തെ പ്രവർത്തനത്തിൽ ചുമതലയായിരുന്നു. അതുകൊണ്ട് തേങ്കടിജിയും ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് ഈ ശാഖയൊക്കെ സന്ദർശിക്കാൻ വരാറുണ്ട്. അപ്പോൾ പാലക്കാട് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ആദ്യത്തെ സ്വയം സേവകരുടെ കൂട്ടത്തിൽ അച്ഛനും ഉണ്ടായിരുന്നു 43. അപ്പോൾ എൻ്റെ ജനനം 41-ലാണ്. 43-44 ആകുമ്പോൾ കൊച്ചുകുട്ടിയായിട്ട് അച്ഛൻ്റെ കൂടെയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് അച്ഛൻ രാവിലെ എണീറ്റ് ശാഖയിൽ പോകുമ്പോൾ വാശിയോടുകൂടി നമ്മളും എണീറ്റ് പോകും. ഇപ്പോൾ ശാഖ നടക്കുമ്പോൾ നമ്മൾ ഇരിക്കും. ഇപ്പോൾ സംഘത്തിൽ ചേർന്നില്ലെങ്കിലും സംഘം കണ്ടു തുടങ്ങിയത് ഒരു 3-ാമത്തെ വയസ്സിൽ തന്നെ സംഘം കണ്ടു തുടങ്ങി. കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശാഖ വൈകുന്നേരം ആരംഭിച്ച സമയത്ത് എനിക്കൊന്നൊരു 45-44-ാമത്തെ 5-ാമത്തെ വയസ്സിൽ ശാഖയിൽ പോയി തുടങ്ങി. ഒന്നും അറിയില്ല, കളിക്കാനായിട്ട് പോയി തുടങ്ങി. അങ്ങനെ സംഘത്തിൻ്റെ സ്വയംസേനായിട്ട് വളർന്നു. അതുകൊണ്ട് ഏകദേശം ഒരു 5-ാമത്തെ വയസ്സ് മുതൽ തന്നെ സംഘത്തിൻ്റെ ശാഖയിൽ പങ്കെടുത്തു തുടങ്ങി. അങ്ങനെയാണ് സ്വയംസേന അതും വളർന്നത്. പക്ഷേ സംഘ വീടായിരുന്നു. അതുകൊണ്ട് ഏത് സംഘ അധികാരിമാർ വന്നാലും അവർ കാര്യത്തിൽ വരും, വീട്ടിൽ വരും, വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും. അതുകൊണ്ട് അവരൊക്കെ ആയിട്ടൊക്കെ ബന്ധം തേങ്കടിജിയുടെ കാലം മുതൽ തന്നെ. പിന്നീട് സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് പാലക്കാട് വന്നത് ഭരതേട്ടനായിരുന്നു, TN ഭരതൻ. അപ്പോൾ ഭരതേട്ടൻ വളരെ കൂടുതൽ വീട്ടിൽ വരുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. ഭരതേട്ടനൊക്കെ കണ്ടങ്ങനെ വളർന്നു സംഘത്തിൽ കൂടിയിട്ട്. പ്രചാരകനാകാനുള്ളൊരു തീരുമാനം അത് വീട്ടിൽ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? പ്രചാരകനാകാനുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സംഭവമല്ല. തേങ്കടിജി ഒരിക്കൽ വീട്ടിൽ വന്ന സമയത്ത്, അപ്പോൾ തേങ്കടിജി എൻ്റെ 2 വയസ്സുള്ള സമയത്തോ മറ്റാണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ കണ്ടിട്ട് എന്നെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു സംഘത്തിനുള്ളവനാണെന്ന് തേങ്കടിജി പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി, സംഘത്തിനാണെങ്കിൽ സംഘത്തിനാണ്. പക്ഷെ ഞങ്ങൾ വളരുന്ന സമയത്ത് ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അതുകൊണ്ട് മനസ്സിൽ ഞാൻ സംഘത്തിൻ്റെ ആളാണെന്നൊരു തോന്നൽ തന്നെത്താനുണ്ടായി. വീട്ടുകാർക്കും ഒരു ധാരണ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ സാധാരണ ഒരു ജ്യോതിഷമൊക്കെ നോക്കി കുട്ടികളുടെയൊക്കെ ജാതകമൊക്കെ നോക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഒരിക്കൽ ജാതകം നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, വീട്ടിൽ നിന്നൊരു പ്രയോജനം ഉണ്ടാവില്ല, യാത്രക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത ആളാണെന്ന്. അതും കേട്ടിട്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ വളരെ കാര്യമായിട്ട് ഭരതേട്ടനും വരുന്നു. ഭരതേട്ടനെ അച്ഛനെ ആദരിക്കുന്നു. ഭരതേട്ടൻ വരുമ്പോൾ ഭരതേട്ടനുമായിട്ട് ആഹാരം തയ്യാറാക്കാണ്ട് അമ്മ പ്രത്യേകമായിട്ട് താല്പര്യം കാണിക്കുന്നു. അത് കണ്ടപ്പോൾ ഭരതേട്ടനെ കുറിച്ചൊരു ഇമ്പ്രഷൻ മനസ്സിലുണ്ട്. അപ്പോൾ പള്ളിക്കൂടത്തിൽ ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്, 7-ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ വലുതായാൽ എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ചില ആൾക്കാർ ഡോക്ടർ, എഞ്ചിനീയറൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഭരതേട്ടനാകണം എന്നാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചർക്ക് ഈ ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ സഹോദരൻ അദ്ദേഹം സ്വയംസേനാണ്. അപ്പോൾ ഈ മാഷ് പോയിട്ട് അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഭരതേട്ടനാണെന്ന് പറയുന്നത്. നമ്മുടെ സംഘത്തിൻ്റെ പ്രചാരകനാണ്, അദ്ദേഹം ആകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തരത്തിലുള്ള ചിന്ത ഉണ്ടായിരുന്നു. പിന്നീട് 10-ാം ക്ലാസ്സൊക്കെ പാസ്സായി കഴിഞ്ഞ ശേഷം 2-3 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ഒരു 3 മാസത്തേക്ക് വിസ്താരകന്മാരായിട്ട് പോകണം എവിടെയെങ്കിലൊക്കെ. അപ്പോഴേക്കും ഞാൻ ശാഖയുടെ മുഖ്യ ശിക്ഷക്കൊക്കെ ആയിരുന്നു. അപ്പോൾ 3 മാസത്തേക്ക് പോകാനായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ വിസ്താരമായിട്ട് ഇറങ്ങിയതാണ്.
അങ്ങനെ ഒരു 3 മാസത്തെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തുടരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 3 മാസത്തെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഹരിയേട്ടനാണ് നമ്മുടെ പ്രചാരകൻ. ഹരിയോട് പറഞ്ഞാൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹരിയേട്ടൻ തമാശയ്ക്ക് പറഞ്ഞു, നമ്മുടെ സംഘത്തിൻ്റെ ആൾക്കാരുടെ ദിവസവും വർഷമൊക്കെ മനുഷ്യരുടെ അല്ല, ദേവൻ്റെയാണ്. മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവൻ്റെ ഒരു ദിവസം. അപ്പോൾ നമ്മൾ ശരിക്കും 90 ദിവസത്തേക്കാണ് വന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ തുടർന്നു. പിന്നെ അങ്ങനെ പിന്നെ തിരിച്ചു പോകാനോ ബാക്കി കാര്യമൊന്നുമില്ല, അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് സംഘത്തിൻ്റെ പ്രചാരകനാകാനുള്ള പശ്ചാത്തലവും ആയതും.